കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയുടെ ഫലമാണ് പാലക്കാടിന് അനുവദിച്ച കോച്ച് ഫാക്ടറി ഇല്ലാതാവാൻ കാരണമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. കേരളത്തിലെ 19 MPമാരും കേന്ദ്ര സർക്കാരിന്റെ നാവായി മാറിയെന്നും കൃഷ്ണദാസ്. കേന്ദ്ര സർക്കാർ പാലക്കാടിന് അനുവദിച്ച കോച്ച് ഫാക്ടറി റദ്ദ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ CPM ഒലവക്കോട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വരേണ്ടിയിരുന്ന കോച്ച് ഫാക്ടറി ഇല്ലാതാക്കിയതിന് പിന്നിൽ കോൺഗ്രസിന്റെ പിടിപ്പുകേടും കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള വിവേചനവുമാണ്. കോച്ച് ഫാക്ടറി അഭിമാനമായി അവതരിപ്പിച്ച കോൺഗ്രസ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്തുതിപാഠകരായി മാറി. റെയിൽവേക്ക് കേരള സർക്കാർ ഏറ്റെടുത്ത് നൽകിയ സ്ഥലം കേരളത്തിന് തിരിച്ചു നൽകില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റേത്. ഇത് കേട്ട് മൂളുകയാണ് കോൺഗ്രസും കോൺഗ്രസ് MPമാരുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അന്ന് കോട്ടമൈതാനത്ത് ഇന്ദിരാഗാന്ധിയുടെ ആ പ്രസംഗം തർജ്ജമ ചെയ്തത് അപ്പോഴത്തെ KPCCയുടെ പ്രസിഡന്റായിരുന്ന പ്രൊഫസർ KN ചാണ്ടിയായിരുന്നു. പ്രൊഫസർ KN ചാണ്ടിയാണ് അന്ന് ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. കരുണാകരൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു, ഇന്ദിരാ പ്രിയദർശിനി, അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ ഇന്ദിരാഗാന്ധിയെ വിളിച്ചിരുന്നത്. ഇന്ദിരാ പ്രിയദർശിനി പാലക്കാട്ടുകാർക്ക് ഒരു സമ്മാനം പ്രഖ്യാപിച്ചല്ലോ. അത് മറ്റൊന്നുമല്ല, പാലക്കാട് ഒരു റെയിൽ കോച്ച് ഫാക്ടറി ആരംഭിക്കും. ഇതാണ് ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രഖ്യാപനം. ഇത് എന്നോട് പറയാൻ അവർ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോച്ച് ഫാക്ടറി എന്നുള്ള ഒരു വാക്കന്നെ പാലക്കാട്ടുകാർ കേൾക്കുന്നത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം TK അച്യുതൻ അധ്യക്ഷത വഹിച്ചു. CPIM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ്, ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.